ഹായ് എവരി വൺ. അപ്പോൾ നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പോകുന്നതിന് മുന്നുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടൊരു 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഫേസിൽ കാണാണ്ട് നന്നായിട്ട് വേർത്തിട്ടുണ്ട്. അതുപോലെ ഭയങ്കര സൺ ടാൻ അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ലിപ് ബാം യൂസ് ചെയ്തിട്ടും മാറുന്നില്ല. എനിക്ക് എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആണ് ഇപ്പം എൻ്റെ ചുണ്ട്. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് കൂട്ടി എന്ത് ചെയ്യാം, കുളിച്ചിട്ട് തരാം. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്, ധാവണിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലതൊരു ധാവണിയാണ്. അതിൽ തന്നെ ഞാൻ പിശുക്കിയിട്ട് മുൾക്ക് ഒരു പട്ടുപാവാട പോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യ പടിയായിട്ട് ചെയ്യുന്നത്, നമുക്കിത് രണ്ടും അയൺ ചെയ്ത് വെക്കണം. അയൺ ചെയ്യാന്നുള്ള ഭയങ്കര വലിയ ടാസ്ക്കായിരുന്നു എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അമ്മ ഓൾറെഡി അയൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തയ്ച്ചത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മയാണ് പാവാട തയ്ച്ചു തന്നത്. ബ്ലൗസ് ഞാൻ മറ്റൊടുത്ത് കൊടുത്ത് തയ്പ്പിക്കുമായിരുന്നു. പക്ഷെ അവരത് ആകെ കൊളാക്കി വെച്ചു. അതിനുശേഷം അയൺ ചെയ്ത് ഞാനിവിടെ നമ്മുടെ മെഷീൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അതാണ് കുറച്ച് സേഫ് എന്ന് എനിക്ക് തോന്നി. അടുത്തത് വന്നിട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയല്ലോ, നമുക്ക് ധാവണിക്ക് പ്ലീറ്റ് എടുക്കാം. കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അമ്മ എനിക്ക് ചെയ്തു തരാറ്. അമ്മയ്ക്ക് സാരി ഡ്രേപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് അമ്മ പോയി. ഫസ്റ്റ് ഞാൻ നോക്കി, ശരിയായില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി നോക്കി. ആ എക്സ്പ്രഷനാണത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചെറുതാക്കി എടുത്തപ്പോൾ ആ ഒരു രണ്ടാമത്തതിൽ തന്നെ നമുക്ക് ശരിയായി കിട്ടി. അപ്പോൾ ഞാനതൊരു പിൻ ചെയ്ത് വെക്കുകയാണ്. ഞാനിതിങ്ങനെ ഒന്നിച്ചാക്കാൻ ഒരുപാട് സമയം കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ ഞാൻ മേത്ത് വെച്ച് നോക്കി, കുറേ ഞാൻ വാതിലിട്ട് നോക്കി, പക്ഷെ വഴിയില്ല. അവസാനം ഞാൻ ബെഡിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എല്ലാം കിട്ടി. എന്നിട്ട് ഞാൻ വെച്ച് നോക്കുകയാണ്. ഇത് നോക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് കറക്റ്റാണ്. കുറച്ചൊക്കെ തടിയുള്ള ഒരാളാണെങ്കിൽ ഇത് പാകാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എല്ലാം സെറ്റായപ്പോൾ ഞാൻ അത് വീണ്ടും ആ പാവാടയൊക്കെ വെച്ചില്ലേ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. അവിടെ ആകുമ്പോൾ സേഫായിട്ട് ഇരുന്നോളൂ വിചാരിച്ചു. അടുത്തായിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിപ്പ് ഭയങ്കര ഡ്രൈ ആണെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്താണ് ലിപ്പ് ബാം. ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷാമ്പു വാഷ് ചെയ്തതുകൊണ്ട് മുടി അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ തോർത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് അഴിച്ചിട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലേക്ക് ആകുമ്പോഴേക്കും ഉണങ്ങിക്കോളും. എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങാത്തൊരു മുടിയാണ്. അടുത്ത് ബാഗ് എടുക്കുന്നുണ്ട്, ഞാൻ മോളെ കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട്. അതിലെന്തൊക്കെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്കൊരു ജോഡി ഡ്രസ്സുണ്ട്, ഒരു ടവൽ വെക്കുന്നുണ്ട്, അവൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്നഗ്ഗി, പിന്നെ വേറൊരു ക്ലോത്ത്, ഇത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ ഒരു ടോയൊക്കെ വെക്കുന്നത്. അപ്പോൾ